റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുദരിസ് ഉസ്താദ്, അതേപോലെ തന്നെ ജോഹരി ഉസ്താദ്, നമ്മുടെ മുഅസ്സിൻ ഉസ്താദ് തുടങ്ങിയ നേതാക്കന്മാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, മഹല്ലത്തിലുള്ള സ്നേഹിതന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ബദരിയ ജുമാ മസ്ജിദ് കില നമ്മുടെ ജമാഅത്തിൽ അൽഹംദുലില്ലാഹ് വർഷങ്ങളോളമായി എല്ലാ വെള്ളിയാഴ്ച രാവ് മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നടത്തി വരികയാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ സ്വലാത്തുകൾ നടത്തി വരുന്നതും അതിന്റെ വാർഷികങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നതും വിപുലമായി സ്റ്റേജ് പരിപാടികളൊക്കെയും നടക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹളായ ഫളൽ കൊണ്ട് നമുക്ക് ഇപ്പോൾ സ്വന്തമായി നമ്മുടെ ദർസ് കെട്ടിടത്തിൽ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായി ഒന്നും നീട്ടാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മുടെ ഈ സ്വലാത്ത് വാർഷിക പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഉസ്താദവരുകളാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദവരുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാ കാര്യത്തിലേക്കും സജീവമായി പ്രവർത്തിക്കുന്ന സുഹരി ഉസ്താദ് വേദിയിലുണ്ട്. അദ്ദേഹത്തിനും ഞാൻ 1000 സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ മഹല്ലത്തിൽ വിളക്ക് ആയി നിൽക്കുന്ന നമ്മുടെ മുതഅല്ലിം സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് അല്ലാഹു നാഫിയായ ഇൽമേറ്റി കൊടുക്കുമാറാവട്ടെ. ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അവരെയും നമ്മളെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കും ഞാൻ 1000 സ്വാഗതം ആശംസിക്കുന്നു. അൽഹംദുലില്ലാഹ് വലിയ പോസ്റ്ററുകളോ അല്ലെങ്കിൽ ബാനറുകളോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വെറും മൊബൈൽ തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഉസ്താദ് വെള്ളിയാഴ്ച അവിടെ ഉണർത്തുകയും മറ്റുള്ള എല്ലാം വാട്സപ്പിലൂടെ എല്ലാവരെയും വിവരമറിയിച്ചിട്ട് അൽഹംദുലില്ലാഹ് നല്ല ഒരു സദസ്സ് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ മഹല്ലത്തിലുള്ള ഭാരവാഹികൾ, അല്ലാഹുവേ ഇവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രയും സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളായി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, അതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വദേശത്തുള്ളവർ, വിദേശത്തുള്ളവർ, ഈ നാട്ടിലുള്ളവർ, ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാടിക്ക് വേണ്ടി എല്ലാ ഒത്താശയങ്ങളും എല്ലാ സഹകരണങ്ങളും നടത്തി തന്ന നമ്മുടെ ജമാഅത്തിലുള്ളവർ, പുറം നാടുകളിലുള്ളവർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും 1000
സ്വാഗതങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയവർ, അതിനുവേണ്ടി ഒരുപാട് അരികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിച്ച് ഇവിടെ സംഭാവന എത്തിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ബഹുമാനപ്പെട്ട മസൂദ് തങ്ങളവരുകൾ ദുആ ചെയ്യും. നമ്മൾക്ക് ദുആക്ക് വേണ്ടി നേതൃത്വം ചെയ്യും. അദ്ദേഹത്തിനും അല്ലാഹു ആഫിയത്ത്, മഹാനവരുകൾക്ക് അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ഒരു ചടങ്ങും കൂടി ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ഈ നാട്ടിൽ, ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ പിതാവ് ബഹുമാനപ്പെട്ട കൂറാ തങ്ങളവരുകൾ ഈ നാട്ടിൽ ഒരുപാട് കാലം നേതൃത്വം നൽകിയവരാണ്. ആ നേതൃത്വത്തിന്റെ അവരുടെ അതേ ശൈലിയിൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങളവരുകൾ ഇനിയും നമുക്ക് നേതൃത്വം നൽകാനിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ നാം എല്ലാവരും തെരഞ്ഞെടുക്കുകയും അൽഹംദുലില്ലാഹ് ഇന്ന് നാം ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ടവരുകളെ ഈ വേദിയിൽ നമ്മുടെ ജമാഅത്തിന്റെ ഗൗരവ അധ്യക്ഷരായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അല്ലാഹു ബഹുമാനപ്പെട്ട ആ തങ്ങളവരുകൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സയ്യിദന്മാരുടെ തണലാണ്, അവരുടെ ബർക്കത്താണ് നമ്മുടെ ഈ ജമാഅത്തിന്റെ എല്ലാമുള്ള ഉയർച്ച. ഇൻഷാ അല്ലാഹ് ആ ഉയർച്ച ഇനിയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരുമാറാവട്ടെ. ആ മഹാനവരുകൾക്ക് അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളവരുകളെ ഈ വേദിയിൽ ഞാൻ അനുസ്മരിക്കലോടുകൂടെ അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവിടുത്തെ നോട്ടം നമ്മളിൽ എപ്പോഴും അല്ലാഹു കാട്ടിത്തരുമാറാവട്ടെ. അവിടുത്തെ നോട്ടത്തിലായി അവരിന്ന് മറിഞ്ഞു കടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജമാഅത്തിലേക്ക് ഒരു നോട്ടമുണ്ട് എന്നതിൽ നിസ്സംശയം ഒരു സംശയം തന്നെയില്ല. കാരണം ഒരുപാട് വർഷമായി 30 വർഷങ്ങളായി നമ്മുടെ ഈ ജമാഅത്തിന് നേതൃത്വം നൽകുന്നതും അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ജമാഅത്തിന്റെ എല്ലാ പുരോഗതിയും നീ കാത്തു സൂക്ഷിക്കണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടുത്തെ തങ്ങളവരുകൾ നമുക്ക് ദുആ ചെയ്തു തരും. അതുപോലെ തന്നെ ഇവിടെ കൂടിയ ഉമ്മമാർ, സഹോദരിമാർ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സദസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്ക് അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ ജമാഅത്തിന്റെ എന്ത് പരിപാടിക്കും അവരും സജീവമായി എല്ലാ കാര്യങ്ങൾക്കും വന്ന് സഹകരിക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വേദിയിൽ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയാണ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ. എല്ലാവരും നമ്മുടെ എല്ലാ കാര്യത്തിനു വേണ്ടിയും സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ 1-2 വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.